ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്കോ ഉണ്ടോ? ഹലോ, എക്കോ ഉണ്ടോ? ആദ്യം വന്നേ, ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പം ഉണ്ടോ? ഇല്ല, ഇപ്പല്ല. ഓക്കെ അല്ലേ? ആ ശരി. ഹലോ ഹലോ ചെക്ക്, റെഡി അല്ലേ? ഇപ്പോഴോ? റെഡിയാണ്. ആ ശരി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് ഗാൽവാസ് ഗ്രൂപ്പ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഗാൽവാസ് അല്ലെങ്കിൽ ഗാൽവാസ് ഗ്രൂപ്പ് G(k)/F എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതെന്താണെന്നുള്ളതായിരുന്നു നമ്മൾ പഠിച്ചത്. അതായത് ഗാൽവാസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ G(k)/F എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോർഫിസം ഓവർ K അല്ലേ, ഓവർ F ലീവിങ് എ ഫിക്സഡ് അല്ലേ, സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോർഫിസം ഓഫ് K ഓവർ F ലീവിങ് എ ഫിക്സഡ്. എഫ് ഫിക്സഡ് ആയിട്ടുള്ള കെൻ്റെ മുകളിലുള്ള എല്ലാ ഓട്ടോമോർഫിസത്തിനെയുമാണ് നമ്മൾ G(k) കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഇങ്ങനത്തെ ഈ ഗ്രൂപ്പിനെ, ഇതൊരു ഗ്രൂപ്പാണ് അല്ലേ, ഗ്രൂപ്പ് അണ്ടർ ദി ഓപ്പറേഷൻ കോമ്പോസിഷൻ ഫങ്ഷൻ കോമ്പോസിഷൻ എന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ പറയുന്നത് ഇതിന് ഗാൽവാസ് ഗ്രൂപ്പ് എന്ന് പറയണമെന്നുണ്ട് എങ്കിൽ എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത്? K ഒരു നോർമൽ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആവണം എന്നുള്ളതായിരുന്നു. നോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ്? സെപ്പറബിൾ സ്പ്ലിറ്റിംഗ് ഫീൽഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നോർമൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് അല്ലേ. ആ ഫീൽഡ് എന്തായിരിക്കണം? സെപ്പറബിളും അതുപോലെ തന്നെ സ്പ്ലിറ്റിംഗ് ഫീൽഡുമായിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ രണ്ട് കണ്ടീഷനുകളും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ ഈ G(k) എക്സാമ്പിളുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സാമ്പിൾ പഠിച്ചു, എക്സാമ്പിളുകൾ കുറച്ചെണ്ണം ചെയ്തു, എക്സാമ്പിൾസ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഇതിൽ നിന്ന് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. G(k)നെ തന്നെ വേറൊരു രീതിയിൽ ചോദിക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ഓഫ് ദി പോളിനോമിയൽസ് എന്ന് പറയൽ. അതായത് എന്താണ് ഗ്രൂപ്പ് ഓഫ് ദി പോളിനോമിയൽസ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു f(x) എന്ന് പറയുന്ന പോളിനോമിയൽ ഉണ്ട്, f(x) എന്ന് പറയുന്ന റിംഗ് പോളിനോമിയൽ, f(x) എന്ന് പറയുന്ന പോളിനോമിയൽ ഉണ്ട്. ഇവിടെ f എന്താണ്? ഫീൽഡാണ്. അങ്ങനെയാണ് എങ്കിൽ f(x) എന്ന് പറയുന്നത് ഇറെഡ്യൂസിബിൾ പോളിനോമിയലാണ്. ഓക്കെ, അതുപോലെ തന്നെ സെപ്പറബിൾ ഓവർ F ആണ്. അതുപോലെ K എന്ന് പറയുന്നത് f(x)ൻ്റെ സെപ്പറബിളുമാണ്, സ്പ്ലിറ്റിംഗ് ഫീൽഡുമാണ്. f(x)ൻ്റെ എന്താണ്? സ്പ്ലിറ്റിംഗ് ഫീൽഡുമാണ് എങ്കിൽ ദാറ്റ് മീൻസ് K ഈസ് എ നോർമൽ എക്സ്റ്റൻഷൻ. അങ്ങനെയാണെങ്കിൽ ഗാൽവാസ് ഗ്രൂപ്പിനെ G(k)/F-നെയാണ് നമ്മൾ പറയുന്നത്? ഗ്രൂപ്പ് ഓഫ് ദി പോളിനോമിയൽ f(x) എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് ദി പോളിനോമിയൽ f(x). ഞാനിത് റെക്കോർഡ് ചെയ്തിട്ടില്ലേ? റെക്കോർഡിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ദി പോളിനോമിയൽ f(x) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ G(k)/F ആണ്. K എന്ന് പറയുന്ന കുഞ്ഞാപ്പുന്താണ് സെപ്പറബിൾ നോർമൽ എക്സ്റ്റൻഷനെയാണ് നമ്മൾ പറയുന്നത് K എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെപ്പറബിൾ സ്പ്ലിറ്റിംഗ് ഫീൽഡിനെയാണ് K എന്ന് പറയുക. K എന്ന് പറയുന്നത് നോർമൽ എക്സ്റ്റൻഷൻ ആവണം, അത് നിർബന്ധമാണ്, എന്നാലേ ഗാൽവാസ് ഗ്രൂപ്പ് ആവുള്ളൂ. ഓക്കെ, അപ്പം എങ്ങനെയാണ്? ഇനി ക്വസ്റ്റ്യനാണ്, എക്സാമ്പിളാണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്രാവശ്യം ചോദിച്ചത് കൊണ്ട്, നിങ്ങളുടെ സീനിയേഴ്സിന് ചോദിച്ചത് കൊണ്ട് പക്ഷേ പറയാൻ പറ്റില്ല, ഇടുന്നവർക്കനുസരിച്ചുണ്ടാവും ക്വസ്റ്റ്യനുകൾ. കാരണം ഇത് തേർഡ് മൊഡ്യൂളാണ്. തേർഡ് മൊഡ്യൂൾ എന്നുള്ളത് നമുക്കറിയാലോ പാറ്റേൺ എങ്ങനെയാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യന്,
സെക്കൻഡ് മൊഡ്യൂളിന് 2 ക്വസ്റ്റ്യന്, അത് തേർഡ് മൊഡ്യൂളിന് 2 ക്വസ്റ്റ്യൻ, മൊത്തം 3 3 3 ഉണ്ടാവും. അങ്ങനെ 9 ക്വസ്റ്റ്യനാണ് വരിക. അതിൽ 6 എണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഫസ്റ്റ് മൊഡ്യൂളിന് 2 എണ്ണം, സെക്കൻഡ് മൊഡ്യൂളിന് 2 എണ്ണം, തേർഡ് മൊഡ്യൂളിന് 2 എണ്ണം. അതുപോലെ തന്നെ എസ്സേനും അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് മൊഡ്യൂളിന് 1, സെക്കൻഡ് മൊഡ്യൂളിന് 1, തേർഡ് മൊഡ്യൂളിന് 1. അതിൽ ഏതെങ്കിലും 4 എണ്ണം തരും. ഫസ്റ്റ് മൊഡ്യൂളിനോ സെക്കൻഡ് മൊഡ്യൂളിനോ തേർഡ് മൊഡ്യൂളിനോ 2 എണ്ണം വരും. അങ്ങനെ 4 എസ്സേ ക്വസ്റ്റ്യന്, അതിൽ 2 എണ്ണം അല്ലെങ്കിൽ 3 എസ്സേ ക്വസ്റ്റ്യനിൽ 2 എസ്സേ ക്വസ്റ്റ്യനും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ABCD ആയിട്ടും ഇത് ചോദിക്കാറുണ്ട്. പിന്നെ ഫസ്റ്റ് ഭാഗത്ത് യൂണിറ്റ് 1ൻ്റെ ഭാഗത്ത്, കാരണം ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാറില്ല ഇത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് ഓഫ് ദി പോളിനോമിയൽ കാണുക എന്നുള്ളതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഡിസ്ക്രൈബ് ദി ഗ്രൂപ്പ് ഓഫ് ദി പോളിനോമിയൽ എക്സ് റേസ് ടു 4 മൈനസ് 5x² പ്ലസ് 6 ബിലോങ്സ് ടു Q ഓഫ് എക്സ് ഓവർ Q. എങ്ങനെ കാണും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിസ്ക്രൈബ് ദി ഗ്രൂപ്പ് ഓഫ് ദി പോളിനോമിയൽ എക്സ് റേസ് ടു 4 മൈനസ് 5x² പ്ലസ് 6. അപ്പം ഇതിൻ്റെ സീറോസ് ആണ് നമ്മൾ ആദ്യം കാണേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് അതുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പ്ലിറ്റിംഗ് ഫീൽഡ്, അല്ലേ, എല്ലാ സീറോസും ഉള്ള ഫീൽഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ പാർട്ടാണ്, അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇവിടെ സൊല്യൂഷൻ കാണാൻ പോവുകയാണ്. സൊല്യൂഷനിൽ ആദ്യം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏത് കുഞ്ഞാപ്പൂവിനെ എടുത്തു, എക്സ് റേസ് ടു 4 മൈനസ് 5x എടുത്തു, അല്ലേ. അങ്ങനെയാണ് എങ്കിൽ ഞാൻ ലെറ്റ് ഇവിടെ സ്ക്വയർ, ഇവിടെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ എന്നുള്ളതിൽ y ഈക്വൽ ടു x². അങ്ങനെയാണെങ്കിൽ നമ്മളുടെ എഫ് ഓഫ് എക്സ് എന്തായി മാറും, സീറോസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പപ്പണിയാണ് y², അല്ലേ. y² മൈനസ് 5y പ്ലസ് 6. ഇത് 2 നമ്പറുകൾ തമ്മിൽ സമ്മ് ചെയ്തിട്ടുണ്ടെങ്കിൽ -5, മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 6ഉം കിട്ടും. അതായത് -2ഉം -3 ആണ്. അത് -2 പ്ലസ് -3 എന്ന് പറഞ്ഞാൽ -5, -2 ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ 6. therefore നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ ഇതിനെ എന്തെന്ന് മാറ്റി എഴുതാൻ പറ്റും, y -2, അല്ലേ, y -2 എന്നും അടുത്തത് നമുക്ക് എന്താണ് y -3 എന്നും പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എഫ് ഓഫ് എക്സിൻ്റെ സീറോസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, എഫ് ഓഫ് എക്സ് 0 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ y -2 ഇൻറ്റു y -3 ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും, y -2 ഈക്വൽ ടു 0 ആയിരിക്കണം. അതുപോലെ തന്നെ അല്ലെങ്കിൽ -3 ഈക്വൽ ടു 0 ആയിരിക്കണം, അല്ലേ. 2 കുഞ്ഞാപ്പും 0 ആയിരിക്കണം. ദാറ്റ് മീൻസ് അതിൽ നിന്നും y ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, y എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ y എന്ന് പറഞ്ഞാൽ ആരാണ്, x ആണ്. അതായത് ഇത് x² -2, അതുപോലെ തന്നെ x² -3 ആണ്. y എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ്, x² ആണ്, അല്ലേ. ഇത് ഈക്വൽ ടു 0 ആണ്. അതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും, x² -2 ഈക്വൽ ടു 0. അതുപോലെ തന്നെ x² -3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഈ കൺസെപ്റ്റിൽ നിന്നും ഇതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും, x ഈക്വൽ ടു എന്ത് കിട്ടും, +or-√2 എന്നും അടുത്തതിൽ നിന്നും x ഈക്വൽ ടു +or-√3 എന്ന് കിട്ടും. സോ സീറോസ് ആർ +or-, അല്ലേ. സീറോസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സീറോസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഓക്കെ, സീറോസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആരൊക്കെയാണ് +or-√2ഉം അതുപോലെ തന്നെ +or-√3യുമാണ്. സോ നമുക്ക് പറയാൻ പറ്റും, അതുകൊണ്ട് നമുക്കറിയാൻ പറ്റും സീറോസ്, ഈ സീറോസിലും +or-√2ഉം അതുപോലെ തന്നെ +or-√3ഉം എവിടെ ഉണ്ട്, വിച്ച് ബിലോങ്സ് ടു Q ഓഫ് √2, √3, അല്ലേ, ഇതിലുണ്ട്. സോ നമുക്ക് പറയാൻ പറ്റും Q ഓഫ് √2, √3 എന്ന് പറയുന്ന കുഞ്ഞാപ്പു എന്താണ്,
സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് Q. സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ എഫ് ഓഫ് എക്സിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡായി. സോ Q ഓഫ് √2, √3 ഈസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ കഴിഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം പറയാൻ. Q എന്താണ്? ക്യാരക്ടറിസ്റ്റിക് 0 ആണ്. ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ടുള്ള ഫീൽഡ് ആണ് അല്ലേ? ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ടുള്ള ഫീൽഡാണ് ആര് Q എന്ന് പറയുന്നു. സോ എവറി ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ടുള്ള ഫീൽഡ് എന്താണ്? സെപ്പറബിൾ ആണ്, അല്ല പെർഫെക്റ്റ് ഫീൽഡാണ്. പെർഫെക്റ്റ് ഫീൽഡാണ് Q എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ പെർഫെക്റ്റ് ഫീൽഡ് എന്ന് പറയുമ്പോൾ എവറി എക്സ്റ്റൻഷൻ അല്ലേ, അതായത് എവറി ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എന്തായിരിക്കും? പെർഫെക്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്തായിരുന്നു? എവറി ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ അല്ലേ, എവറി ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് Q ആർ എന്തായിരിക്കും? സെപ്പറബിൾ. എല്ലാം സെപ്പറബിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് therefore Q of √2, √3 is a separable splitting field എന്ന് പറയാൻ പറ്റും അല്ലേ? എന്ത് പറയാൻ പറ്റും? സെപ്പറബിൾ സ്പ്ലിറ്റിംഗ് ഫീൽഡ്. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു? അതൊരു നോർമൽ എക്സ്റ്റൻഷനാണ് Q of √2, √3 എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു. അതായത് Q of √2, √3 എന്ന് പറയുന്നത് ഒരു സെപ്പറബിൾ സ്പ്ലിറ്റിംഗ് ഫീൽഡാണ്. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളതാണ്. സെപ്പറബിൾ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നോർമൽ എക്സ്റ്റൻഷനാണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, നോർമൽ എക്സ്റ്റൻഷനാണ് എന്തിൻ്റെ? Qൻ്റെ നോർമൽ എക്സ്റ്റൻഷനാണ്. സോ അങ്ങനെയാണ് എങ്കിൽ ദെൻ നമുക്ക് പറയാൻ പറ്റും G of K ഓവർ അല്ലെങ്കിൽ Q of √2, √3 ഓവർ Q എന്ന് പറയുന്നത് ഈസ് ഗാൽവാസ് ഗ്രൂപ്പ് അല്ലേ? എന്താണ്? ഗാൽവാസ് ഗ്രൂപ്പാണ് എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഗാൽവാസ് ഗ്രൂപ്പാണ് എന്ന് പറയാൻ പറ്റും. ഇനി അങ്ങനെയാണ് എങ്കിൽ ഈ ഗാൽവാസ് ഗ്രൂപ്പാണ് ആര്? ഗ്രൂപ്പ് ഓഫ് ദി പോളിനോമിയൽ x⁴ -5x² + 6ൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്ന കുഞ്ഞാപ്പും. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് ആരാണ് എന്നുള്ളതാണ്. നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ഡിസ്ക്രൈബ് ചെയ്യാൻ എത്ര പണിയുണ്ട് എന്ന് വെച്ചാൽ, ഇങ്ങനെയാണ് എങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യണം. എങ്ങനെയാണ്? കൺസിഡർ ദി അല്ലേ, ഇനി ദി സീറോസ്. നമുക്ക് ഇനി എങ്ങനെയാണ് ദി ഓട്ടോമോർഫിസം ഓഫ് അല്ലേ, ഓട്ടോമോർഫിസം ഓഫ് Q of √2, √3 ലീവിങ് Q ഫിക്സ്ഡ് ആയിട്ടുള്ള Q ഫിക്സ്ഡ് ആർ. അതെങ്ങനെയാണ്? ഒന്ന് ഐഡൻറ്റിറ്റി മാപ്പാണ് വരിക അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി മാപ്പ് അല്ലേ. ഇതിൽ Q ഫിക്സഡ് ആയിട്ടുള്ള മാപ്പ് ആയതുകൊണ്ട് Q ഫിക്സഡ്, പിന്നെ ഇങ്ങനെ അതിൻ്റെ നേരെ Q ഫിക്സഡ് മറ്റേ ഫിക്സഡ് എന്ന് എഴുതണ്ട, Q ഫിക്സഡ് ആയിട്ടുള്ളതാണ്. ഐഡൻറ്റിറ്റി മാപ്പിൽ Q ഫിക്സഡ് ആണ് അല്ലേ. പിന്നെ അടുത്ത കുഞ്ഞാപ്പ് ആരാണ്? σ1 ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺജുഗേഷൻ ഐസോമോർഫിസം സഫിക്സ് √2, -√2. ഇതാണ്, ഇതിന് Q ഫിക്സഡ് ആണ് അല്ലേ. അതുപോലെ തന്നെ അടുത്ത കുഞ്ഞാപ്പ് ആരാണ്? σ2 ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺജുഗേഷൻ ഐസോമോർഫിസം √3, -√3 അല്ലേ. ഇതിനും Q ഫിക്സഡ് ആണ്. σ3 ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺജുഗേഷൻ ഐസോമോർഫിസം √2, -√2 അല്ലേ. കോമ്പോസിഷൻ √3, -√3.
ഇതിൽ ക്യൂ മാത്രമേ ഫിക്സഡ് ആയിട്ടുള്ളൂ. അപ്പം ഈ 4 എണ്ണവുമാണ് ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ അല്ലേ, സോ ജി ഓഫ് ക്യൂ ഓഫ് റൂട്ട് 2 കോമ ജി ഓഫ് ക്യൂ ഓഫ് റൂട്ട് 2 കോമ റൂട്ട് 3 ഓവർ ക്യൂ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലീവിങ് ക്യൂ ഫിക്സഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഓവർ ക്യൂ എന്ന് പറയുന്ന കുഞ്ഞാപ്പു ഐഡൻറ്റിറ്റി കോമ സിഗ്മ 1 കോമ സിഗ്മ 2 കോമ സിഗ്മ 3. ദിസ് ഈസ് എ ഗ്രൂപ്പ് അണ്ടർ ദി ഓപ്പറേഷൻ കോമ്പോസിഷൻ അല്ലേ. അതുകൂടിയും പറയണല്ലേ. ഇവിടെ അത് പറയാൻ മറന്നുപോയി. കാരണം ഇത് ഗ്രൂപ്പാണ് എന്ന് പറയണം. അതെങ്ങനെയാണ് നമ്മൾ പറയുക? അതെങ്ങനെയായിരുന്നു നമ്മൾ പറയുക? അതുകൂടി എഴുതണ്ടേ. എന്നിട്ടല്ലാണ്ട് എന്ത് എഴുതാൻ പറ്റൂലല്ലോ. അതിനൊരു ടേബിൾ വരച്ചാൽ മതി. നമ്മൾ ടേബിളായിരുന്നു വരയ്ക്കൽ അല്ലേ. പേജ് ആഫ്റ്റർ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് വെച്ചിട്ടൊരു കുഞ്ഞാപ്പ് ഇവിടാണ് ഞാൻ ടേബിൾ വരയ്ക്കുന്നത്. ഐഡൻറ്റിറ്റി മാപ്പ് സിഗ്മ 1 നിങ്ങൾ താഴോട്ട് വരച്ചോളാണ്ട് സിഗ്മ 2 സിഗ്മ 3. ഇവിടെ എന്താ വരിക? ഐഡൻറ്റിറ്റി മാപ്പ് സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3. isn't it? മനസ്സിലാവും ആകാശ് മോൾ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇത് അല്ലേ സാലിഹ? പോയോ? ആയിഷ ഷെറീൻ ഉണ്ടോ? കുഞ്ഞാപ്പുണ്ടോ? ഉണ്ട് സർ. മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓ ഓക്കെ. ബാസിമേ? സർ. അമിതുണ്ടോ? ഉണ്ട് സർ. ഓക്കെ 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 മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ഐഡൻറ്റിറ്റി കോമ്പോസിഷൻ? ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ആണ് സിഗ്മ 1 ആണ്. ഇവിടെ സിഗ്മ 2 തന്നെ, ഇവിടെ സിഗ്മ 3 തന്നെ, സെയിം തന്നെ. സിഗ്മ 1 ഐഡൻറ്റിറ്റി ഇൻറ്റു സിഗ്മ 1 എന്ന് പറഞ്ഞാൽ സിഗ്മ 1 ഐഡൻറ്റിറ്റി കോമ്പോസിഷൻ, അല്ലെങ്കിൽ സിഗ്മ 2 കോമ്പോസിഷൻ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ സിഗ്മ 2 സിഗ്മ 3. പിന്നെ നമ്മൾ സിഗ്മ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ഐഡൻറ്റിറ്റി തന്നെയാണ് വരിക. സിഗ്മ 1 സിഗ്മ 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിഗ്മ 3 ആണ് കോമ്പോസിഷൻ വരിക അല്ലേ. സിഗ്മ 1 സിഗ്മ 2. അതുപോലെ സിഗ്മ 2 സിഗ്മ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സെയിം തന്നെയാണ് വരിക. സിഗ്മ 2 സിഗ്മ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സിഗ്മ 3 തന്നെയാണ് വരിക. പിന്നെ സിഗ്മ 2 എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റിയാണ്. പിന്നെ അടുത്ത കുഞ്ഞാപ്പ് വരുന്നത് സിഗ്മ 1 സിഗ്മ 3 ആണ്. സിഗ്മ 1 സിഗ്മ 3 എന്ന് പറയുമ്പം സിഗ്മ 1 എന്ന് പറഞ്ഞാൽ റൂട്ട് 2 കോമ മൈനസ് റൂട്ട് 2 രണ്ട് പ്രാവശ്യം റൂട്ട് 2 കോമ മൈനസ് റൂട്ട് 2 വരുമ്പോൾ എന്താവും? ആ ഐഡൻറ്റിറ്റി ആകുമ്പോൾ ഇവിടെ ഒരൊറ്റ ആളാവും, സിഗ്മ 2 മാത്രം. അപ്പം സിഗ്മ 1 സിഗ്മ 3 എന്ന് പറഞ്ഞാൽ സിഗ്മ 2 ആണ്. അതുതന്നെ ഇവിടെയും വരും, നേരത്തെ തിരിച്ചും വരും. സിഗ്മ 3 സിഗ്മ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ 2 ആണ്. ഓക്കെ, ഇനി അടുത്ത കുഞ്ഞാപ്പുള്ളത് സിഗ്മ 3 സിഗ്മ 2. ഓക്കെ, അല്ലെങ്കിൽ സിഗ്മ 2 സിഗ്മ 3. സിഗ്മ 2 സിഗ്മ 3 എന്ന് പറഞ്ഞാൽ സിഗ്മ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലേ, കോൺജുഗേഷൻ ഐസോമോർഫിസം റൂട്ട് 2 മൈനസ് റൂട്ട് 2. അതിന് ഇവിടെയും ഒരു സിഗ്മ 2 രണ്ട് പ്രാവശ്യം വരുമ്പോൾ ഐഡൻറ്റിറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ സിഗ്മ 1 ആവും. അപ്പോൾ സിഗ്മ 2 സിഗ്മ 3 എന്ന് പറഞ്ഞാൽ ആരാണ്? സിഗ്മ 1. അപ്പോൾ അതുതന്നെയാണ് സിഗ്മ 3 സിഗ്മ 2 എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. അപ്പോൾ സിഗ്മ 1. ഇനി അടുത്തത് സിഗ്മ 3 ആണ്, ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി. അങ്ങനെയാണ് എങ്കിൽ from the table which is closed under the operation and every element has a inverse and which is എന്താണ്? which is a group അല്ലേ. ഗ്രൂപ്പ് അണ്ടർ ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ഓപ്പറേഷനിൽ ഇതെന്താണ്? ഗ്രൂപ്പാണ് എന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സോ therefore g of അല്ലേ q 2 കോമ റൂട്ട് 3 ഓവർ ക്യൂ എന്ന് പറയുന്ന കുഞ്ഞാപ്പ് ആരാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഐഡൻറ്റിറ്റി കോമ സിഗ്മ 1 കോമ സിഗ്മ 2 കോമ സിഗ്മ 3. ദസ് സോ അല്ലേ ഗ്രൂപ്പ് ഓഫ്, ഇനി എന്താണ്? ഗ്രൂപ്പ് ഓഫ് അല്ലേ. നമ്മളോട് എന്തേ പറഞ്ഞത്? നമ്മളോട് പറഞ്ഞത് എന്താണ്? ഗ്രൂപ്പ് ഓഫ് ദി പോളിനോമിയൽ ആണ് പറഞ്ഞത് അല്ലേ. ഗ്രൂപ്പ് ഓഫ് ദി പോളിനോമിയൽ, group of the polynomial
ഏത് കുഞ്ഞാപ്പ് ആയിരുന്നു? എക്സ് റേസ് ടു 4 മൈനസ് 5x² പ്ലസ് 6. ദാറ്റ്സ് ഓക്കെ അല്ലേ? ദി പോളിനോമിയലിൻ്റെ ഈസ് എന്തായിരുന്നു? ഐഡൻറ്റിറ്റി കോമ സിഗ്മ 1 കോമ സിഗ്മ 2 കോമ സിഗ്മ 3. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം രണ്ട് ക്വസ്റ്റ്യൻ രണ്ട് തരത്തിൽ ഗാൽവാസ് ഗ്രൂപ്പ് കാണാൻ പറഞ്ഞാലും ഗ്രൂപ്പ് ഓഫ് ദി പോളിനോമിയൽ കാണാൻ പറഞ്ഞാലും ഒക്കെ ഗാൽവാസ് ഗ്രൂപ്പാണ് കാണേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സീറോസ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പം 3 സീറോസ് ഉണ്ട് എങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരുമായിരുന്നു? 3 സീറോസ് എഴുതണം. ഇപ്പം x³ കേസ് വരികയാണെങ്കിൽ അവിടെ വരിക ഐഡൻറ്റിറ്റി കോമ ഒമേഗ കോമ ഒമേഗ സ്ക്വയർ ആണ്. ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? -1 ±√3 അയട്ട ബൈ അല്ലായിരുന്നോ? √3 അയട്ട ബൈ 2 അല്ലേ? ബൈ 2. ഈ മോഡലാണ് കറസ്പോണ്ടിങ് ആയിട്ട് വരിക. അപ്പോൾ ഈ മോഡലിൽ വരുന്ന കുഞ്ഞാപ്പു ഈ ഒമേഗ എന്ന് പറയുന്നത് ഇതാണ്. ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസിന് പകരം ഇവിടെ മൈനസ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഒമേഗ സ്ക്വയറും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാം. -1 -√3 അയട്ട ഡിവൈഡഡ് ബൈ 2 ഇതാണ് അല്ലേ? അപ്പം ഇങ്ങനത്തെ കേസ് വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3 സീറോസ് വരികയാണെങ്കിൽ നമുക്കറിയാം എന്താണ്? Q(√2) Q ഓഫ് അയട്ട കോമ ഒമേഗ കോമ ഒമേഗ സ്ക്വയർ. ഇത് സെപ്പറബിൾ ആണെന്ന് എങ്ങനെയാ പ്രൂവ് ചെയ്യുക? Q എന്താണ്? ക്യാരക്ടറിസ്റ്റിക് സീറോ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് സീറോ ആയിട്ടുള്ള ഒരു ഫീൽഡാണ് Q എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ് ആര്? Q(√ അയട്ട കോമ ഒമേഗ കോമ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത്. അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് Q3 ആയിരിക്കും. അപ്പോൾ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ്. അപ്പോൾ എന്ത് പറയാൻ പറ്റും? സോ Q ഈസ് ക്യാരക്ടറിസ്റ്റിക് സീറോ ആയിട്ടുള്ള ഫീൽഡാണ്. സോ Q ഈസ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവറി ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് Q ഈസ് സെപ്പറബിൾ എന്നാണ് അതിൻ്റെ മീനിങ്. സോ Q ഓഫ് I കോമ ഒമേഗ 1 കോമ ഒമേഗ കോമ I അല്ല കേട്ടോ, ഇവിടെ ഒമേഗ ആണ്, 1 ആണ് കേട്ടോ. 1 കോമ ഒമേഗ കോമ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന കുഞ്ഞാപ്പൂ എന്തായിരിക്കും എന്ന് പറയുന്ന കുഞ്ഞാപ്പ് എന്തായിരിക്കും? കുഞ്ഞാപ്പുകളെ എന്തായിരിക്കും എന്ന് പറയുന്ന കുഞ്ഞാപ്പും സെപ്പറബിൾ ആയിരിക്കും എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഡൗട്ട്? തൊട്ട് ഒരു ഹോംവർക്ക് ഉണ്ട് നിങ്ങൾക്ക്. ഹോംവർക്ക് ബാസിം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിലുള്ള ഡിസ്ക്രൈബ് ദി ഗ്രൂപ്പ് ഓഫ് ദി പോളിനോമിയൽ x³ - 1ൻ്റെ പോളിനോമിയൽ കാണണം. ഈ കേസിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമുക്കറിയാം 1 ഇതിൻ്റെ 0 ആണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും x³ - 1. ഇതൊരു സൈക്ലോട്ടോമിക് പോളിനോമിയലാണ്. അപ്പോൾ x-1 ഇതിൻ്റെ 0 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റുമെന്ന് വെച്ചാൽ x² + x + 1 ഇങ്ങനെയാണ് ഇതിൻ്റെ ഫാക്ടർ ഉണ്ടാകുക. അപ്പോൾ x-1 ഫാക്ടറാണ് ഇതിൻ്റെ x³ - 1ൻ്റെ. അതുപോലെ തന്നെ x² + x + 1, അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യുമ്പോൾ ചെയ്ത് നോക്കിയാലും മതി. എങ്ങനെയാണ് ചെയ്യുക? x³ - 1 x-1 ഇവിടെ എഴുതുക. ഇനി എത്ര x³ ആവണമെങ്കിൽ ഇവിടെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. x × x² x³ x × -1 x² × -1 -x² ഡിവൈഡ് ചെയ്യുക. അവിടെ ഒരു മൈനസ് ആണ് ചെയ്യേണ്ടത്. x³ - x³ എന്ന് പറയുമ്പോൾ 0 മൈനസ് ഇവിടെ x² ഒന്നുമില്ല. അപ്പോൾ 0 - x² എന്ന് പറയുമ്പോൾ +x². പിന്നെ ഇവിടെ ഒരു -1 ആണുള്ളത്, -1 അല്ലേ? ഓക്കെ, ഇനി ഈ കുഞ്ഞാപ്പൂവിനെ ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് ഇട്ടിട്ട് ഒരു x കൊടുക്കണം.
എക്സ് കൊടുക്കുക. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു -1 മൈനസ് എക്സ്. ഇനി എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. എക്സ് സ്ക്വയറിൽ നിന്നും എക്സ് സ്ക്വയർ മൈനസ് ചെയ്താൽ 0. എക്സ് ഇവിടെ ഇല്ല, അപ്പോൾ 0 മൈനസ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ പ്ലസ് എക്സ്, -1 ഉണ്ട്, താഴത്തൊന്നുമില്ല, അപ്പം -1. ഇനി എക്സ് -1 ഇതിൽ ഒരു പ്രാവശ്യം കൂടി പോവും, ദാറ്റ് ഈസ് 1 ഇൻറ്റു എക്സ് എക്സ് -1 അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 0 അല്ലേ, 0 മൈനസ് 0 ദാറ്റ് ഈസ് ഓക്കെ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന കുഞ്ഞാപ്പുമാണ് ഇതിൻ്റെ ഫാക്ടർ. എന്നിട്ട് -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac ഉപയോഗിച്ച് എക്സ് സ്ക്വയർ മൈനസ് ഇതിൻ്റെ കണ്ടാൽ ഒമേഗ സ്ക്വയറും കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, 3 ടേമുകൾ കിട്ടും. അപ്പോൾ അതിൻ്റെ 3 സീറോസുകൾ നമുക്ക് കിട്ടും. സോ നമുക്ക് ഒരു സീറോസ് ഏതിലുണ്ട്? ക്യൂലുണ്ട്. ബാക്കി 2 സീറോസും ക്യൂലില്ല. സോ നമുക്ക് ഡിഗ്രി 2 ആക്കിയിട്ട് പറയാൻ പറ്റും. എന്നിട്ട് കാണുക. ഓക്കെ, ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ്. ഈ തിയറം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ചെയ്യും, പക്ഷേ ഇതൊന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം ഇതൊരു ചോദ്യം ചോദിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഓക്കെ, ഈ ചോദ്യം ചോദിക്കാൻ, കാരണം ഇത് കഴിഞ്ഞ ഇതിൽ ചോദിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ ശ്രദ്ധിച്ച് നോക്കിയിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് ചോദിക്കാൻ കൂടുതലും സാധ്യതയുള്ള ഒരു തിയറമാണിത്. ഓക്കെ, തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കെ എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ്, ലെറ്റ് കെ ബി എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് ഡിഗ്രി n തന്നിട്ടുണ്ട്. ഡിഗ്രി n ആണ്. ഓഫ് എ ഫൈനൈറ്റ് ഫീൽഡ് ഓഫ് ഫീൽഡിലെ എലമെൻറ്റ്സ് എത്രയാണ്? p raised to r elements. Then g of k over f is a cyclic order n and is generated by sigma pr where alpha belongs to k. sigma pr of alpha എന്ന് പറഞ്ഞാൽ alpha raised to pr എന്നുള്ളതാണ്. അപ്പം ഈ മാപ്പ് എന്താണ്? അല്ലെങ്കിൽ ഇതൊരു ഓട്ടോമോർഫിസമാണ്. ഈ സിഗ്മ പി ആർ ആണ് ഇതിനെ ജനറേറ്റ് ചെയ്യുന്നതെന്നും, ഓക്കെ, അതുപോലെ തന്നെ സൈക്ലിക് ഓഫ് ഓർഡർ n ആണ് എന്നും നമുക്ക് പ്രൂവ് ചെയ്യണം. എങ്ങനെയാണ് ചെയ്യുക? അപ്പം എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? കെ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ് എന്തിൻ്റെ? ഫൈനൈറ്റ് ഫീൽഡിൻ്റെ. അതിൽ പി റേസ്ഡ് എലമെൻ്റ് ഉണ്ട് എഫിൽ. അതുപോലെ തന്നെ ജി ഓഫ് കെ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? സൈക്ലിക് ആണെന്നും അത് ജനറേറ്റഡ് ബൈ പി ആർ ആണെന്നും പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, തുടങ്ങാം. പ്രൂഫ് എന്താ നോക്കാം. ആദ്യം നമുക്കറിയാം എഫ് എന്താണ്? ഫൈനൈറ്റ് ഫീൽഡാണ് അല്ലേ, ഫൈനൈറ്റ് ഫീൽഡാണ്. പി റേസ് ടു ആർ എലമെൻ്റ് ഉണ്ട്. എവറി ഫൈനൈറ്റ് ഫീൽഡ് എന്താണ്? പെർഫെക്റ്റ് ഫീൽഡാണ് അല്ലേ. എവറി ഫൈനൈറ്റ് ഫീൽഡ് എന്താണ്? പെർഫെക്റ്റ് ആണ്. ഓക്കെ, പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എവറി എക്സ്റ്റൻഷൻ അല്ലേ, ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എന്തായിരിക്കും? സെപ്പറബിൾ ആണ് അല്ലേ, സെപ്പറബിളുമാണ്. ഓക്കെ, ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എന്താണ്? സെപ്പറബിളുമാണ്. ഓക്കെ, കുഞ്ഞാപ്പ് എന്താണ് കളിക്കുന്നത്? ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എന്താണ്? സെപ്പറബിളുമാണ്. അപ്പം അങ്ങനെ സെപ്പറബിളുമാണ് എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? അപ്പം അങ്ങനെയാണ് എങ്കിൽ കെ എന്താണ്? സെപ്പറബിൾ ആണ് എന്ന് കിട്ടി. കെ എന്താണ്? സെപ്പറബിൾ ആണ് എന്ന് കിട്ടി. അതുപോലെ തന്നെ നമുക്കൊരു ഡിഗ്രി ഓഫ് കെ ഓവർ എഫ് എന്താണ്? n ആണ്. ഓക്കെ, അത് തന്നിട്ടുള്ളതാണ്. ഡിഗ്രി ഓഫ് കെ ഓവർ എഫ് അത് n ആണ്. ഇത് സെപ്പറബിൾ ആണ്. ഗാൽവാസ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോവാണ്. കെ സെപ്പറബിൾ ആണ്. ഇനി സ്പ്ലിറ്റിംഗ് ഫീൽഡ് കൂടിയും നമ്മൾ കൺസിഡർ ചെയ്താൽ മതി അല്ലേ. ഇനി എന്ത് ചെയ്താൽ മതി? സ്പ്ലിറ്റിംഗ് ഫീൽഡ് കൂടിയും കൺസിഡർ ചെയ്താൽ മതി. അങ്ങനെയാണ് എങ്കിൽ അല്ലേ, കെ എന്ന് പറയുന്ന എലമെൻറ്റ് ഫീൽഡ് എടുത്തു. അതിലുള്ള പോളിനോമിയൽ എക്സ് റേസ് ടു പി റേസ് ടു ആർ എൻ മൈനസ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ എഫ് എക്സിലുണ്ടാവും. അങ്ങനെയാണ് എങ്കിൽ നമ്മളുടെ
ഇതിലുള്ള ഡിഗ്രി ഓഫ് കെ ഓവർ എഫ് എന്ന് പറയുന്നത് n ആയതുകൊണ്ട് കെയിലുള്ള എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും? പി റേസ് ടു ആർ എലമെന്റ്സ് ആണ് എവിടെ ഉണ്ടാവുക എഫിലുള്ള. അങ്ങനെയാണെങ്കിൽ കെയിൽ എത്ര എലമെന്റ് ഉണ്ടാവും? പി റേസ് ടു ആർ എൻ എലമെന്റ്സ് ഉണ്ടാവും. നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? എലമെന്റ്സ് ഉണ്ടാവും. ഓക്കെ, പി റേസ് ടു ആർ എൻ എലമെന്റ്സ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ കെയിലുള്ള എലമെന്റ്സുകളൊക്കെ അല്ലേ സീറോസ് ഓഫ് ഈ പോളിനോമിയലിൻ്റെ സീറോസ് എല്ലാം എവിടെ ഉണ്ടാവും? ഇൻ കെയിൽ ഉണ്ടാവും. ഓക്കെ, ഇൻ കെയിൽ ഉണ്ടാവും സീറോസ് എല്ലാം. സോ അങ്ങനെയാണെങ്കിൽ കെ എന്താണ് എന്ന് കിട്ടി? നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിൽ നിന്നും കെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണ് എന്നും പറയാൻ പറ്റും. എന്താണ് സ്പ്ലിറ്റിംഗ് ഫീൽഡ്? എന്തുകൊണ്ട്? ഈ പോളിനോമിയലിൻ്റെ സീറോസ് എല്ലാം കെയിലുണ്ട്. അങ്ങനെ പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണ് എന്ന് കിട്ടി അല്ലേ? സ്പ്ലിറ്റിംഗ് ഫീൽഡ്. അപ്പോൾ എന്താണ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണ്. കെ എന്താണ്? സെപ്പറബിൾ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണ് എന്ന് കിട്ടി അല്ലേ? സെപ്പറബിൾ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ കെ എന്താണ്? നോർമൽ എക്സ്റ്റൻഷൻ ആണ് എന്ന് കിട്ടി അല്ലേ? സോ നോർമൽ എക്സ്റ്റൻഷൻ ആണെങ്കിൽ ജി ഓഫ് അല്ലേ? അങ്ങനെ നോർമൽ എക്സ്റ്റൻഷൻ ആണെങ്കിൽ ജി ഓഫ് കെ ഓവർ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ ഗാൽവാസ് ഗ്രൂപ്പ്. ഓക്കെ അതാണ് നിൽക്കട്ടെ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിഗ്മ പി ആർ എന്ന് പറയുന്ന മാപ്പ് കൺസിഡർ ചെയ്തു. അത് ഒരു ഓട്ടോമോർഫിസ് ആണോ എന്നുള്ളതാണ്. സിഗ്മ പി ആർ ഓഫ് ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫ റേസ് ടു പി ആർ, ആൽഫ ബിലോങ്സ് ടു കെ ആണ് എങ്കിൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആൽഫ കോമ ബീറ്റ ഞാൻ എവിടെ എടുത്തു? കെ എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ എന്താണ്? നമുക്ക് സിഗ്മ പി ആർ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഹോൾ റേസ് ടു പി ആർ. നമുക്കറിയാം പി എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ആണ്. സോ നമുക്ക് എഴുതാൻ പറ്റും ആൽഫ റേസ് ടു പി ആർ പ്ലസ് ബീറ്റ റേസ് ടു പി ആർ അല്ലേ? ഫൈനൈറ്റ് ഫീൽഡിൻ്റെ ഒക്കെ ക്യാരക്ടറിസ്റ്റിക് എന്തായിരിക്കും? പ്രൈം നമ്പർ ആയിരിക്കും എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആണത്. ഓക്കെ, പി ആർ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണേ. ആൽഫ അപ്പോൾ ഒന്ന് റെഡി. ഇനി അടുത്തത് എന്താണ്? സിഗ്മ പി റേസ് ടു ആർ അല്ലേ? സിഗ്മ പി റേസ് ടു ആർ ഓഫ് ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ബീറ്റ ഹോൾ റേസ് ടു പി ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ റേസ് ടു പി ആർ ഇൻറ്റു ബീറ്റ റേസ് ടു പി ആർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഇത് എന്ന് പറഞ്ഞാൽ സിഗ്മ പി ആർ റേസ് ടു അല്ലെങ്കിൽ പി ആർ ഓഫ് ആൽഫ പ്ലസ് ഇതെന്താണ്? സിഗ്മ പി ആർ ഓഫ് ബീറ്റ ആണ് അല്ലേ? അപ്പോൾ സിഗ്മ പി ആർ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ സഫിക്സ് പി റേസ് ടു ആർ ഓഫ് ആൽഫ പ്ലസ് സിഗ്മ സഫിക്സ് പി റേസ് ടു ആർ ഓഫ് ബീറ്റ എന്ന് കിട്ടി. ഇനി അടുത്ത കുഞ്ഞാപ്പവും നമുക്ക് എന്ത് കിട്ടും? സിഗ്മ പി റേസ് ടു ആർ ഓഫ് ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയതാ നോക്കാം. ഇവിടെ ആൽഫ റേസ് ടു പി ആർ എന്ന് പറഞ്ഞാൽ സിഗ്മ പി ആർ ഓഫ് ആൽഫ ഇൻറ്റു സിഗ്മ സഫിക്സ് പി ആർ ഓഫ് ബീറ്റ എന്ന് കിട്ടി. സോ ഇതെന്താണ്? സിഗ്മ പി ആർ എന്ന് പറയുന്നത് ഒരു ഹോമോമോർഫിസം ആണ് എന്ന് കിട്ടി. ഓക്കെ, ഹോമോമോർഫിസം ആണ് എന്ന് കിട്ടി. ഇനി അടുത്തത് എന്താണ്? നമുക്കിതൊരു ഐസോമോർഫിസം ആണ് എന്നാണ്, അല്ലെങ്കിൽ ഒരു ഓട്ടോമോർഫിസം ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് എന്താണ്? സിഗ്മ പി ആർ ഓഫ് ആൽഫ ഈക്വൽ ടു 0 എന്നെടുത്തു. ഈക്വൽ ടു 0 അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ആൽഫ റേസ് ടു പി ആർ ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് ആൽഫ ഈക്വൽ ടു 0. ഈ പോസിബിലിറ്റി ആണെങ്കിൽ മാത്രമേ ആൽഫ 0 ആവുള്ളൂ. അതായത് കേർണൽ ഈക്വൽ ടു എന്താണ്? കേർണൽ ഓഫ് സിഗ്മ പി ആർ എന്തേ ഉള്ളൂ? 0 മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 1 1 ആണ് അല്ലേ? ഈക്വൽ ടു 0. സോ നമുക്ക് കിട്ടി
സിഗ്മ പി റേസ് ടു ആർ ഈസ് 1 1. ഇത് 1 1 ആണ് എന്ന് കിട്ടും. ഓക്കെ, 1 1 ആണ് എന്ന് കിട്ടി. ഇനി അടുത്ത കുഞ്ഞാപ്പ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്? അടുത്തത് സിഗ്മ റേസ് ടു പി ആർ ഈസ് 1 1 ആണ് എന്ന് കിട്ടി. ഇനി അടുത്തത് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? സിഗ്മ പി ആർ ഈസ് ഓൺ ടു ആണ് എന്ന് പറയണം. പക്ഷെ എന്താണ് ഇവിടെ? കെ ഈസ് എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ്, ഫൈനൈറ്റ് ഫീൽഡാണ്. ഓക്കെ അല്ലേ? കെയും എന്താണ്? ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ്. പി റേസ് ടു ആർ എൻ എലമെൻറ്റ്സ് ആണുള്ളത്. സോ എന്താണ്? ഫൈനൈറ്റ് ആണ്. സോ സിഗ്മ പി റേസ് ടു ആർ എൻ ഈസ് ഓൺ ടു. അല്ലെങ്കിൽ വേറെ രീതിയിൽ എഴുതാം, സിഗ്മ പി റേസ് ടു ആർ എൻ ഇ ഓഫ് ആൽഫ ഈക്വൽ ടു സിഗ്മ പി റേസ് ടു ആർ എൻ ഓഫ് ബീറ്റ ഈക്വൽ ടു എന്നുള്ള കൺസെപ്റ്റ്സിലേക്ക് എഴുതാം. അല്ലെങ്കിൽ ഫോർ എനി സപ്പോസ് എനി ബീറ്റ ബിലോങ്സ് ടു കെ എന്നെടുത്തു, ആൽഫ റേസ് ടു പി ആർ എടുത്തിട്ടുണ്ടെങ്കിൽ ദെൻ ദർ എക്സിസ്റ്റ് ആൻ ആൽഫ ബിലോങ്സ് ടു കെയിലുണ്ട്, അതും പറയുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, 1 1 കേണലിന് പകരം ആൽഫ റേസ് ടു പി ആർ ഈക്വൽ ടു ബീറ്റ റേസ് ടു പി ആർ വെച്ചിട്ടും ചെയ്യാം, ഇത് കോണ്ടിങ് ആയിട്ട് ചെയ്യാം. ഞാൻ പിന്നെ സിമ്പിൾ ആക്കി ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റും സിഗ്മ പി ആർ എന്ന് പറയുന്നത് ഒരു എന്താണ്? ഓട്ടോമോർഫിസം ആണ്. ഓട്ടോമോർഫിസം ലീവിങ് എന്താണ്? എഫ് ഫിക്സഡ് ആയിട്ടുള്ളൊരു ഓട്ടോമോർഫിസമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിഗ്മ പി ഐ അല്ലെങ്കിൽ സിഗ്മ പി ആർ ഹോൾ റേസ് ടു ഐ ഓഫ് ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ മീനിങ്? അതായത് ആൽഫ റേസ് ടു പി ആർ ഐ ആണ്, അല്ലേ? ആണ്. അതായത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യും? പി റേസ് ടു ആർ ഐ ഡിഗ്രി ആയിട്ടുള്ള പോളിനോമിയൽ എടുത്തിട്ടുണ്ട് എങ്കിൽ, അല്ലേ? പോളിനോമിയൽ എടുത്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ സീറോസ് ആണ് ഏത്? സീറോസ് എന്ത് ചെയ്യും? എക്സിസ്റ്റ് ചെയ്യുന്നു കിട്ടി. ഓക്കെ, അതിൻ്റെ സീറോസ് എന്ത് ചെയ്യും? എക്സിസ്റ്റ് ചെയ്യുന്നു കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സീറോസ് എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് എത്ര സീറോസ് ഉണ്ടായിരിക്കും? ഏറ്റവും കൂടിയിട്ടുണ്ട് എങ്കിൽ എത്ര സീറോസ് ഉണ്ടായിരിക്കും? പി റേസ് ടു ആർ ഐ, അതിൻ്റെ ഡിഗ്രിയാണ്. പി റേസ് ടു ആർ ഐ സീറോസ് ഉണ്ടായിരിക്കും, അല്ലേ? എവിടെ ഉണ്ടായിരിക്കും? കെയിലുണ്ടായിരിക്കും. ഇൻ എ ഫീൽഡ് അല്ലെങ്കിൽ ഈ ഫീൽഡ് ഒരു ഫീൽഡിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ, പക്ഷേ നമ്മളുടെ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഡിഗ്രി ഓഫ് കെ ഓവർ എഫ് എന്ത് തന്നിട്ടുണ്ട്? എൻ ഈക്വൽ ടു എൻ ആണ്. അതായത് ഇവിടെ ഏറ്റവും കുറഞ്ഞത് അല്ലെങ്കിൽ ഏറ്റവും കൂടി പോയിട്ടുണ്ട് എങ്കിൽ ഫിക്സഡ് ഫീൽഡ് ആയിട്ടുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് പി റേസ് ടു ആർ എൻ സീറോസ് ആണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഡിഗ്രി സീറോസേ ഉണ്ടാവുള്ളൂ പോളിനോമിയൽ, അല്ലേ? സീറോസ് ആണ് എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. therefore അങ്ങനെയാണ് എങ്കിൽ ജി ഓഫ് കെ ഓവർ, നമുക്കറിയാം ഗാൽവാസ് ഫീൽഡിൻ്റെ അല്ലെങ്കിൽ ജി ഓഫ് കെ ഓവർ എഫ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ, ദാറ്റ് ഈസ് ഡിഗ്രി ഓഫ് കെ ഓവർ എഫ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ആണ്. എൻ എലമെൻറ്റ്സ് ആണ്. ഓക്കെ, എൻ എലമെൻറ്റ്സ് ആണ്. അങ്ങനെ അതുപോലെ തന്നെയാണ് ഓർഡർ ഓഫ്, ഇവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് പി റേസ് ടു ആർ എൻ, സിഗ്മ പി ആറിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്, പി ആറിൻ്റെ ഓർഡർ എന്ന് പറയുന്നതും എന്താണ്? എൻ തന്നെയാണ്. ഓക്കെ, സോ അതുപോലെ തന്നെ ഇതിൻ്റെ ഓർഡറും, ഏതിൻ്റെ ഓർഡർ? ജി ഓഫ് കെ ഓവർ എഫിൻ്റെ ഓർഡറും എത്ര തന്നെയാണ്? എൻ തന്നെയാണ്. ഇറ്റ് മസ്റ്റ് ബി എന്തായിരിക്കും സംഭവം? അങ്ങനെ പറയുമ്പോൾ സോ നമുക്ക് പറയാൻ പറ്റും സിഗ്മ പി ആറിൻ്റെ ഓർഡറും, സിഗ്മ പി ആർ എന്ന് പറയുന്ന ഇതിലുള്ള ഒരു എലമെൻ്റ് ആണ്. സിഗ്മ പി ആർ എന്ന് പറയുന്ന കുഞ്ഞാപ്പു ജി ഓഫ് കെ ഓവർ എഫിലെ ഒരു എലമെൻ്റ് ആണ്. അതിൻ്റെ ഓർഡറും അതുപോലെ തന്നെ ജീൻ്റെ ഓർഡറും എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് എന്താണ്? ജി സൈക്ലിക് ആണ്. ഇതെന്താണ്? സൈക്ലിക് ആണ് എന്ന് കിട്ടും. സോ അങ്ങനെയാണ് എന്ന് മാത്രമല്ല, അതുപോലെ തന്നെ ദാറ്റ്സ് ജനറേറ്റഡ് ബൈ
ഏത് കുഞ്ഞാപ്പൂനെ കൊണ്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്? സിഗ്മ പി ആർ. കാരണം എന്തുകൊണ്ട്? ഇതിൻ്റെ ഓർഡറും അറ്റ്ലീസ്റ്റ് n ആയിരിക്കണം എന്നുണ്ട്. സോ അതുകൊണ്ട് ആണ്. ഇതിന് വേറൊരു രീതിയിലും നമുക്ക് പറയാൻ പറ്റും. ഇത് സൈക്ലിക് ആണ് എന്നുള്ളത് വേറൊരു രീതി പറയാം. g(k/f). എഫ് എന്ന് n എന്ന് പറയുന്ന ഓർഡർ എന്ന് പറയുന്നത് ഇറ്റ് ഐസോമോർഫിക് ആണ്. ഏതിന്? Zn പ്ലസിന്. അപ്പോൾ Zn+ ഇതെന്താണ്? സൈക്ലിക്കുമാണ്. അങ്ങനെയും നമുക്ക് സൈക്ലിക് പ്രൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈക്ലിക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഈ കൺസെപ്റ്റ്സ് ഉപയോഗിച്ചിട്ടും സൈക്ലിക് പ്രൂവ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്? ആകാശ് മോൾ, ഇല്ല സാർ. വേറെ ആർക്കെങ്കിലും?